ഹലോ. നമുക്കിന്ന് ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാം. എന്നോട് കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഞാനൊരു പാട്ട് അയച്ചോട്ടെ, ആ പാട്ടൊന്ന് കേട്ട് നോക്കിയിട്ട് ഏതെങ്കിലും വർക്കിന് മാച്ച് ആകുമെന്ന് ചോദിച്ചിരുന്നു. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ പാട്ട് പാടുമ്പോഴുള്ള വോക്കൽ ടോൺ അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി വളരെ നോർമലായിട്ട് വളരെ നാച്ചുറലായിട്ട് ഡബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ജാടയൊക്കെ ഇട്ട് അഡ്വർടൈസ്മെൻറ്റിന് ഡബ് ചെയ്യുമ്പോഴൊക്കെ മറ്റൊരു വോക്കൽ ടോൺ ആയിരിക്കും. ഓരോ പ്രോജക്റ്റുകൾ അനുസരിച്ച് നമ്മൾ ഓരോ മോഡുലേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ വോക്കൽ ടോണിനും ഒരു ചെറിയ ചേഞ്ചസ് നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുത്താറുണ്ട്. നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വരികയാണ്. മറ്റേതൊരു ജോലിയിൽ നമ്മൾ CV അയച്ചു കൊടുക്കുന്നത് പോലെ ഈ ഒരു പ്രൊഫഷനിലും ക്ലയൻറ്റിന് നമ്മൾ CV അയച്ചു കൊടുക്കണം. പക്ഷേ CVയേക്കാൾ പ്രധാനം നമ്മളുടെ വോയിസ് സാമ്പിൾസ് ആണ്. ഞാനൊരു മോഡലോ ആക്ടറോ ഒക്കെ ആണെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കും, ഞാൻ അതെൻ്റെ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു ആക്ടർ ആണെങ്കിൽ ഒരു ക്യാരക്ടർ ഞാൻ എടുത്ത് അഭിനയിച്ച് ഞാൻ അതിൽ ബെസ്റ്റ് ആണെന്ന് ക്ലയൻറ്റിന് കാണിക്കാനായിട്ട് ഞാനൊരു സാമ്പിൾ അയച്ചു കൊടുക്കുമായിരുന്നു. നമ്മളുടെ തട്ടകം ഏതാണ്? ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് പല പല പ്രോജക്റ്റുകൾക്ക് നമ്മളുടെ ശബ്ദം എത്രത്തോളം സ്യൂട്ടബിൾ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വോയിസ് സാമ്പിൾസിൻ്റെ ഒരു കളക്ഷൻ ആദ്യം തന്നെ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു കളക്ഷനിൽ ആദ്യം തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു TV കൊമേഴ്ഷ്യലിൻ്റെ സാമ്പിൾ വേണം. അതുപോലെ IVRകളുടെ, ലേണിംഗ് പ്രോജക്റ്റുകളുടെ, ഓഡിയോ ബുക്കിൻ്റെ, പ്രധാനമായിട്ടും ക്യാരക്ടർ ഡബ്ബിങ്ങിൻ്റെ ഒക്കെ ഒരു സാമ്പിൾ ആ കളക്ഷനിൽ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ക്ലയൻറ്റും നമ്മളെ തേടി വരാനായിട്ട് കാത്തിരിക്കരുത്. നമ്മൾ ലിങ്ക്ഡിൻ പോലുള്ള ആപ്ലിക്കേഷനുകളിലും വെബ്സൈറ്റുകളിലും 24 മണിക്കൂറും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. എവിടെ ക്ലയൻസിന് റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടെന്ന് നമ്മൾ നോക്കി നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള പ്രോജക്ട്സ് എടുത്ത് നമുക്ക് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കാം. പിന്നെ ലിങ്ക്ഡിൻ പോലുള്ള ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് മീഡിയ ഏജൻസികളും അതുപോലെ ക്ലയൻസും സ്റ്റുഡിയോസും ഉണ്ട്. നമ്മുടെ രാജ്യത്തെ റിക്വയർമെൻറ്റ്സ് മാത്രമല്ല നോക്കേണ്ടത്, ഇത് ഞാൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഭാഷയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ മിക്ക സ്റ്റുഡിയോസും മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ വോയിസ് സാമ്പിൾസ് വെച്ച് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എപ്പോഴാണ് എവിടെ ആവശ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ വർക്കുകൾ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ പോയി ജോലി തരണേന്നോ വർക്കുകൾ തരണേന്നോ പോയി കെഞ്ചാൻ പാടില്ല. നമ്മളുടെ ഇമെയിൽ എപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. അങ്ങനെ കേൾക്കാൻ കൊള്ളുന്ന ഒരു ശബ്ദമാണ് എൻ്റെയെന്ന് ആണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല, അത്ര ഇമ്പമുള്ളതാണ്. എന്നാൽ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നും എൻ്റെ സ്വരത്തിൽ എന്തൊക്കെയോ ഭാവങ്ങളൊക്കെ ഉണ്ടെന്നും എനിക്ക് തോന്നാറുമുണ്ട്. ഇനി പ്രത്യേകിച്ച് പരസ്യമൊന്നും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. കുറച്ച് സ്കൂൾ കാലത്തൊക്കെ കുറേ നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ നൃത്തത്തിന് മിടുക്കിയായിരുന്നു എന്നെല്ലാവരും പറയുന്നു. എന്ന് കരുതി യൂത്ത് ഫെസ്റ്റുകളിലൊന്നും പോയി പ്രൈസും കിട്ടിയിട്ടില്ല. വീട്ടിൽ പൈസ ചിലവാകുമെന്നും പറഞ്ഞ് ഡാൻസിനൊന്നും വിടാൻ തന്നെ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും നൃത്തം കാണാനും ചെയ്യാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ശരീരം കൊണ്ട് നൃത്തം ചെയ്യാനൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ തിരുവാതിരയൊക്കെ വല്ലപ്പോഴും കളിക്കും. അതിന് തന്നെ അധിക്ഷേപങ്ങൾ വളരെയധികം കേൾക്കുന്നുമുണ്ട്. ഈ മുറിക്കകത്തിരുന്ന് ഈ റീൽസ് കാണുക തന്നെ തൊഴിൽ. പുറത്തിറങ്ങി വല്ലവരോടും 4 വാക്ക് വീട്ടിലുള്ളവരോട് സംസാരിക്കാമെന്ന് വെച്ചാലോ, 4 വാക്ക് കൂടുതൽ പറയുമ്പോഴേ അടുത്തത് അഭിപ്രായ വ്യത്യാസം ആരംഭിക്കും. അതിപ്പോൾ അത് സംസാരിക്കാതിരിക്കുകയാണ് എന്ന് ചിലപ്പോൾ തോന്നും. അങ്ങനെ പോട്ടെ അല്ലേ?